അപ്പസ്തോലനും സുവിശേഷകനുമായ വിശുദ്ധ യോഹന്നാൻ. സെബദിയുടെയും സലോമിയുടെയും മകനായിരുന്നു വിശുദ്ധ യോഹന്നാൻ. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. തൻ്റെ പൊതുജീവിതത്തിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ യേശു യോഹന്നാനെ അപ്പസ്തോലനാകുവാൻ വിളിച്ചിരുന്നു. സുവിശേഷകനായ യോഹന്നാനും യേശുവിൻ്റെ വിശ്വസ്ത ശിഷ്യനുമായ പടമോസിലെ യോഹന്നാനും ഇദ്ദേഹം തന്നെയാണെന്നാണ് കരുതി വരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ മൂത്ത ജ്യേഷ്ഠനായ മഹാനായ വിശുദ്ധ യാക്കോബും ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഈ സഹോദരന്മാരെ യേശു ഇടിമുഴക്കത്തിൻ്റെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നവനും രക്തസാക്ഷിയാകാതെ മരിച്ച അപ്പസ്തോലനുമാണ് വിശുദ്ധ യോഹന്നാൻ എന്നാണ് വിശ്വസിച്ചു വരുന്നത്. വിശുദ്ധന്മാരായ പത്രോസിനും യാക്കോബിനുമൊപ്പം വിശുദ്ധ യോഹന്നാനും മാത്രമാണ് ജായിറോസിൻ്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവർ. ക്രിസ്തുവിൻ്റെ ഗെത്സമനിലെ യാതനയ്ക്ക് ഏറ്റവും അടുത്ത സാക്ഷിയാണ് വിശുദ്ധ യോഹന്നാൻ. ശിഷ്യന്മാരിൽപ്പെടാത്ത ഒരാളെ യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നതിൽ നിന്നും തങ്ങൾ വിലക്കിയ വിവരം വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് യേശുവിനെ ധരിപ്പിച്ചത്. ഇത് കേട്ട യേശു ഇപ്രകാരം പറയുകയുണ്ടായി: നമുക്കെതിരല്ലാത്ത എല്ലാവരും നമ്മുടെ പക്ഷത്താണ്. പെസഹ തിരുനാളിൻ്റെ ഭക്ഷണമൊരുക്കുവാൻ ക്രിസ്തു ചുമതലപ്പെടുത്തുന്നത് പത്രോസിനെയും യോഹന്നാനെയുമാണ്. അത്താഴ സമയത്ത് കസേരയിൽ ചാഞ്ഞിരിക്കാതെ വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിന് അടുത്തായി അദ്ദേഹത്തിന് നേരെ ചെരിഞ്ഞാണ് ഇരുന്നിരുന്നത്. 12 അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ അദ്ദേഹത്തെ കൈവിടാതിരുന്നത്. തൻ്റെ കുരിശിൻ്റെ കീഴെ വിശ്വസ്തതാപൂർവം നിന്ന വിശുദ്ധ യോഹന്നാനെയാണ് യേശു തൻ്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത്. മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ യോഹന്നാൻ എഫേസൂസിലേക്ക് പോയി. സഭ ഐതിഹ്യമനുസരിച്ച് റോമൻ അധികാരികൾ വിശുദ്ധനെ ഗ്രീസിലെ ദ്വീപായ പത്മോസിലേക്ക് നാടുകടത്തി. ഇവിടെ വെച്ചാണ് വിശുദ്ധൻ വെളിപാട് സുവിശേഷം എഴുതുന്നത്. ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ വെച്ച് വിശുദ്ധനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയുകയും വിശുദ്ധൻ പൊള്ളലൊന്നും കൂടാതെ പുറത്തു വരികയും ചെയ്തു. അതിനാലാണ് വിശുദ്ധ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയതെന്ന് പറയപ്പെടുന്നു. കൊളോസിയത്തിൽ ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നും പറയപ്പെടുന്നു. ഡൊമീഷ്യൻ ചക്രവർത്തി അറിയപ്പെട്ടിരുന്നത് ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുന്ന കാര്യത്തിലായിരുന്നു. പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷങ്ങളുടെ രചയിതാവ് എന്ന നിലയ്ക്കാണ് വിശുദ്ധ യോഹന്നാൻ കൂടുതലായും അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ ഇതുകൂടാതെ വേറെ 4 പുസ്തകങ്ങൾ കൂടി വിശുദ്ധ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. 3 അപ്പസ്തോലിക പ്രവർത്തനങ്ങളും ഒരു വെളിപാട് പുസ്തകവും. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ്റെ സുവിശേഷങ്ങളുടെ ഗ്രന്ഥകർത്താവ് എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ യോഹന്നാനെ കരുണയുടെ അപ്പസ്തോലൻ എന്നും വിളിക്കുന്നു. തൻ്റെ ഗുരുവിൽ നിന്നും പഠിച്ച ഒരു നന്മ വിശുദ്ധൻ വാക്കുകളിലൂടെയും മാതൃകയിലൂടെയും പ്രകടമാക്കി. ക്രിസ്തുവിൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ AD 98 എഫേസൂസിൽ വെച്ച് മരണമടഞ്ഞു. അവിടെ വിശുദ്ധനെ അടക്കം ചെയ്തെടുത്ത് ഒരു ദൈവാലയം പണിതുവെങ്കിലും പിൽക്കാലത്ത് ഒരു മുസ്ലിം മസ്ജിദായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും സൗഹൃദത്തിൻ്റെയും ഗ്രന്ഥകാരന്മാരുടെയും മാധ്യസ്ഥ വിശുദ്ധനായി കരുതപ്പെടുന്നു. ചിത്രങ്ങളിൽ പലപ്പോഴും വിശുദ്ധനെ കഴുകനോടൊപ്പം നിൽക്കുന്ന സുവിശേഷകനായി ചിത്രീകരിച്ചിട്ടുള്ളതായി കാണാം. സുവിശേഷത്തിൽ അദ്ദേഹത്തിനുള്ള ഉന്നതിയെയാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത്. മറ്റു ചില പ്രതീകങ്ങളിൽ സ്വർഗത്തിലേക്ക് നോക്കി തൻ്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതായും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്.